ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡേ 19 ആണ്. ഈ 244/2023 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ റാൻഡമായിട്ട് നമ്മൾ ആൻസർ കീ ഫൈനൽ ആൻസർ കീ വേണ്ടി വരുന്ന റാൻഡമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ഇടുന്നതാണ്. അപ്പോൾ 244/2023 ഇത് ഫോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇട്ടിരിക്കാം. അതിൽ ഇതേപോലെ തന്നെ 80 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വേണ്ടതുള്ളത്. പിന്നെ ബാക്കിയുള്ള 20 എന്ന് പറയുന്നത് അതേപോലെ ആ ഒരു കാറ്റഗറി പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പോലീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു. ഇത് പോലീസ് അല്ല, ഇത് ഫയർഫോഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പൊ ആ ഒരു എക്സാം ഒക്കെ പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രം ആ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ദ പോലീസ്മാൻ ടോൾഡ് ദ ബോയ്. റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ജസ്റ്റ് ഒരു ട്രിക്ക് പോലെ പറഞ്ഞു തന്നിരുന്നു. എന്താണ് റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്താണ് വെർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? പോലീസ്മാൻ ചോദിച്ചെന്താണ്, നീ ഇന്നലെ എവിടെ പോയതായിരുന്നു അല്ലേ. അപ്പൊ ഇവിടെ എന്താണ് വേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസിലല്ലേ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഡിഡ് വരുമ്പോൾ അവിടെ എന്ത് വേണം? റിപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു ഹാഡ് വേണം. ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അങ്ങനെ അതാണ് എൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക. ജസ്റ്റ് എല്ലാത്തിലും അല്ല എങ്കിൽ പോലും എന്താണ് മോസ്റ്റ് ഓഫ് ദ ആൻസർ നമുക്ക് കറക്റ്റ് കിട്ടും. വേർ ഡിഡ് യു ഗോ? ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അവിടെ ഒരു ഹാഡ് വേണം. അപ്പൊ ഇവിടെ എന്ത് വരും? ദ പോലീസ്മാൻ ടോൾഡ്. ഇവിടെ എന്താണ്? ടോൾഡ് എന്നല്ല വരേണ്ടത് അല്ലെ. ഇവിടെ എന്താണ്? ആസ്ക്ഡ് ആണ് വരേണ്ടത് കേട്ടോ. അതേപോലെ യെസ്റ്റർഡേ ആണെങ്കിൽ എന്തായിട്ട് മാറണം? പ്രീവിയസ് ഡേ ആയിട്ട് മാറണം. അപ്പോൾ ഇവിടുത്തെ പോലീസ്മാൻ ടോൾഡ് എന്നുള്ളത് നമുക്ക് രണ്ടും മാറ്റാം. പിന്നെയുള്ള രണ്ടും എന്താണ്? പ്രീവിയസ് ഡേ തന്നെയാണ്. ദ പോലീസ്മാൻ ആസ്ക് ദ ബോയ് വേർ ഹി വെന്റ് ദ പ്രീവിയസ് ഡേ. ദ പോലീസ്മാൻ ആസ്ക് ദ ബോയ് വേർ ഹി ഹാഡ് ഗോൺ ദ പ്രീവിയസ് ഡേ. കണ്ട, ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. ഓക്കെ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് പറയേണ്ടത്? ഡിഡ് ഉണ്ടെങ്കിൽ ഹാഡ് വേണമെന്നങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഹാഡ് ഗോൺ ആണ്. ദ പോലീസ്മാൻ ആസ്ക് ദ ബോയ് വെയർ ഹി ഹാഡ് ഗോൺ ദ പ്രീവിയസ് ഡേ എന്നാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയേണ്ടത്. ദ അത്ലറ്റ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. അത്ലറ്റ് എന്തായിരിക്കും ചെയ്തിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ലേ എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 മീനിങ് ഉണ്ട് അല്ലെ. ലേക്ക് മുട്ടയിടുക എന്നുള്ള മീനിങ് വരും. പിന്നെ എന്താണ്? കിടത്തുക എന്നുള്ള മീനിങ് വരും. കിടക്കുക എന്ന മീനിങ് വരും. പിന്നെ എന്താ പറയേണ്ടത്? അതേപോലെ തന്നെ കിടക്കുക, പിന്നെന്താണ്? മുട്ടയിടുക, വെക്കുക, പതിക്കുക, നിരത്തുക എന്നൊക്കെ മീനിങ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. LIE എന്ന് പറയുന്നത് എന്താണ്? അത് നുണ പറയുന്നതിനെയാണ്. നുണ പറയുക, അതിനെയാണ് ലൈ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എങ്ങനെയാണ് V2 ഫോം എന്ന് പറയുന്നത്? V2 ആണെങ്കിൽ അത് ലൈഡ് ആകും. ലൈഡ്. V3 എന്താണ്? ലൈഡ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ലൈ എന്താണ്? ഈ ലൈ എന്ന് പറയുന്നത് കിടക്കുക എന്നുള്ള മീനിങ് ആണ്. കിടക്കുക, ഈ ലൈ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ V2 എന്ന് പറയുന്നത് ലേ ആണ്. ലേ എന്ന് പറയുമ്പോൾ എന്ത് വരും? കിടന്നു എന്ന് വരും. ഓക്കെ, അടുത്ത V3 എന്ന് പറയുമ്പോൾ എന്താണ്? ലെയിൻ ആണ്. ലെയിൻ ആണ്. ഇനി വീണ്ടും ഉണ്ട് ഈ ലേ എന്താണ്? ഈ ലേ മീനിങ് വരുന്നത് എന്താണ്? കിടത്തുക എന്നുള്ളതാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഒന്നൊന്നാണ് തനിയെ കിടക്കുന്നതിനെ, മറ്റേത് കിടത്തുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ അവിടെ എന്താണ് വരേണ്ടത്? ലേ. അതേപോലെ ലെയ്ഡ് ആണ്. ഇവിടെ എന്തായിരിക്കും അയാൾ ചെയ്യേണ്ടത്? അത്ലറ്റ് കിടക്കുക എന്നല്ല, നമുക്ക് എന്താണ് അല്ലെ, അത്ലറ്റ് കിടന്നു അല്ലെ. അവിടെ ഓൺ ദ ഗ്രൗണ്ട്, അത്ലറ്റ് ഗ്രൗണ്ടിൽ കിടന്നിട്ട് എന്ത് ചെയ്തു? ഹെൽപ്പിന് വേണ്ടി കരഞ്ഞു എന്ന്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? ലേ ആണ് ആൻസർ വരേണ്ടത്. ഇനിയുണ്ട് ലേ. അതെങ്ങനെയാണ് ലേ? ഈ ലേ എന്ന് പറയുന്നത് ലെയ്ഡ് ഇങ്ങനെ വരും. ലെയ്ഡ്. ഇത് നിരത്തുക, അതേപോലെ തന്നെ പതിക്കുക, വെക്കുക, പിന്നെന്താണ്? മുട്ടയിടുക. ഇതെല്ലാം ഈ ലേ ആണ്. അപ്പൊ ഇത് മൂന്നുമാണ് നിങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ലൈഡ് നുണ പറയുക. ലൈ അത് തന്നെ എന്താണ്? കിടക്കുക എന്നുള്ള മീനിങ്. ലെയിൻ ആണ്. ലെയ്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ റോങ്ലി സ്പെൽഡ് വേർഡ്. എന്താണ് ഫൈൻഡ് ദ റോങ്ലി സ്പെൽഡ് വേർഡ്? ഏതാണ് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ആദ്യത്തെ എന്താണ് പറയുന്നത്? ഷേഫർ, അങ്ങനെ എന്തോ ആണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ. അതായത് മറ്റേ ഈ പ്രൈവറ്റ് ഒക്കെ കാർ ഓടിക്കുന്നവരെയാണ് അങ്ങനെ പറയുന്നത്. ഇതൊക്കെ കറക്റ്റ് ആണ്. ഡിക്ലറേഷൻ കറക്റ്റ് ആണ്. കാമോഫ്ലോഗും കറക്റ്റ് ആണ്. ഇവിടെ തെറ്റെന്ന് പറയുന്നത് ഇതാണ് തെറ്റായിട്ട് വരേണ്ടത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ബാക്കിയുള്ള ഈ മൂന്നിന്റെയും നിങ്ങൾ സ്പെല്ലിംഗ് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി തെറ്റെന്ന് പറയുന്ന ഇതല്ലേ. ഇവിടെ എന്താണ് വ്യത്യാസം? നോ MA ഒനോമാറ്റോ. എന്ത് പഠിക്കണം? POEIA ആണ്. ഓക്കെ, അയ്യേ ലാസ്റ്റ് ഒരു അയ്യും കൂടി ഉണ്ടെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇവിടുത്തെ മിസ്റ്റേക്ക് അതായിരുന്നു. അപ്പൊ അതിന്റെയും കൂടി സ്പെല്ലിംഗ് എന്ത് പഠിക്കുക? ഒനോമാറ്റോ പോയി. ഇതെങ്ങനെ നിങ്ങൾ എപ്പോഴും എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ പിന്നെ വലിയ കുഴപ്പം ഉണ്ടാവത്തില്ല, തെറ്റി പോകാണ്ട് ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ദ ഇഡിയം ഓൺ ദ ട്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ദ ട്രോട്ട് എന്ന് പറയുമ്പോൾ കൺസിക്യൂട്ടീവ്ലി, തുടർച്ചയായി എന്നുള്ള മീനിങ് ആണ്. ഓൺ ദ തുടരെ ആ മീനിങ് ആണ് ഓൺ ദ ട്രോട്ട് എന്ന് പറയുന്നത്. ഇഡിയമാണ് ഓൺ ദ ട്രോട്ട്, കൺസിക്യൂട്ടീവ്ലി ആണ്. ദ വേർഡ് കാട്രോഫോബിയ എന്താണ്? കാട്രോഫോബിയ എന്താണ്? ദ ഫിയർ ഓഫ് മിറേഴ്സ്, നമ്മുടെ കണ്ണാടികളോടുള്ള ഭയമാണ് എന്ത്? കാട്രോഫോബിയ എന്ന് പറയുന്നത്. ജസ്റ്റ് കുറച്ച് ഫോബിയാസ് നോക്കിക്കേ, നമ്മൾ കുറെ പഠിച്ചാണ് അല്ലെ. എയറോഫോബിയ എന്ന് പറഞ്ഞാൽ പറക്കുന്നതിനുള്ള പേടിയാണ്. ഓട്ടോഫോബിയ ഒറ്റക്കാകുന്നതിനുള്ള പേടിയാണ്. മോണോഫോബിയ എന്നൊക്കെ പറയും കേട്ടോ. ഹീമോഫോബിയ എന്താണ്? ഹീമോഗ്ലോബിൻ എവിടെയാണ്? നമുക്ക് ബ്ലഡിലുള്ളതല്ലേ, അപ്പൊ ബ്ലഡ് ആണ്. ഹൈഡ്രോഫോബിയ വാട്ടറിനോടുള്ള പേടിയാണ്. ഒഫിഡിയോഫോബിയ സ്നേക്സിനോടുള്ളതാണ്. നെക്ടോഫോബിയ അല്ലെങ്കിൽ എന്താണ്? അക്ലോഫോബിയ എന്താണ്? ഡാർക്ക്നെസ്, ഇരുട്ടിനോടുള്ള പേടിയാണ്. അറ്റൈക്കോഫോബിയ ഫെയിലിയർ, തോൽക്കുമെന്നുള്ള ഭയമാണ്. സൈനോഫോബിയ എന്താണ്? ഡോഗ്സിനോടുള്ള ഭയമാണ്. ലോറോഫോബിയ അല്ലെങ്കിൽ ഐലുറോഫോബിയ കാറ്റ്സ് ആണ്. പൈറോഫോബിയ എന്താണ്? ഫയറിനോടുള്ള പേടിയാണ്. പിന്നെ എന്താണ്? ട്രൈപ്പനോഫോബിയ നീഡിൽസ്, സിറിഞ്ച്, ഇഞ്ചക്ഷൻ എടുക്കുന്നതിനുള്ള പേടിയാണ്. അക്രോഫോബിയ ഹൈറ്റ് ആണ്. ക്ലൗസ്ട്രോഫോബിയ എപ്പോഴും ചോദിക്കുന്നതാണ്. ക്ലൗസ്ട്രോഫോബിയ അതായത് നമ്മൾ കൺഫൈൻഡ് സ്പേസിൽ, നമ്മൾ ഇങ്ങനെ ഇടുങ്ങിയ റൂമിലൊക്കെ പെട്ടുപോകുമ്പോൾ ഉള്ള ഒരു പേടിയില്ലേ, അതിനെയാണ്. അഗോറാഫോബിയ മീൻസ് ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളോടുള്ള പേടിയാണ്. അടുത്ത എന്താണ്? മൈസോഫോബിയ അല്ലെങ്കിൽ ജെർമോഫോബിയ എന്ന് പറയുന്നത് ജേംസിനോടുള്ള പേടിയാണ്. അടുത്തത് തനാറ്റോഫോബിയ ഡെത്ത് ഓർ ഡൈ, മരിക്കുമോ എന്നുള്ള പേടി. ഗ്ലോസോഫോബിയ എന്താണ്? പബ്ലിക് സ്പീക്കിംഗ് ആണ്. അർക്കനോഫോബിയ സ്പൈഡേഴ്സിനോടുള്ള പേടിയാണ്. സെനോഫോബിയ എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ഓർ ഫോറിനേഴ്സ്, അവരോടുള്ള ആ ഒരു ഇഷ്ടക്കേടും ആ ഒരു ഫോറിനേഴ്സ്, മെയിനായിട്ട് ഫോറിനേഴ്സിനെ പറയുന്നത് തന്നെയാണ് സെനോഫോബിയ എന്ന് പറയുന്നത്. സൂഫോബിയ എന്താണ്? അനിമൽസ്, അല്ലെ, അനിമൽസിനെ മൊത്തത്തിൽ അനിമൽസിനെ പേടിക്കുന്നത് നമ്മൾ സൂഫോബിയ എന്ന് പറയും. ഫിലോഫോബിയ എന്ന് പറഞ്ഞാൽ ഫോളിങ് ഇൻ ലവ് ഓർ ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഞാൻ അല്ലെ സ്നേഹത്തിൽ പെട്ടുപോകുക അല്ലെങ്കിൽ എന്താണ് ഇമോഷണലി ഞാൻ അറ്റാച്ച്ഡ് ആകുമോ എന്നുള്ളൊരു ഉൾഭയമാണ് എന്ത്? ഫിലോഫോബിയ എന്ന് പറയുന്നത്. ബാലൂസ് റിട്ടൺ ദ ബുക്ക്, ഇവിടെ റിട്ടൺ ആണല്ലേ പറഞ്ഞത്. റിട്ടൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് V3 ആണല്ലേ. അപ്പൊ ഇവിടെ ഈസ് ആയിരിക്കില്ല വരേണ്ടത്, അവിടെ എന്താണ്? ഹാസ് ആണല്ലേ. ബാലു ഹാസ് റിട്ടൺ ദ ബുക്ക് എന്നാണ്. അതാണ് ഇവിടെ അപ്പോസ്ട്രോഫി എസ് ഇട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതായിരിക്കണം? ഇത് പോസിറ്റീവ് സൈഡ് ആണ്. സോ ഇവിടെ ആൻസർ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോഴേക്കും നെഗറ്റീവ് വേണം. അപ്പോൾ ഇവിടെ ഏത് വരും? ഹാസിന്റെ ഹി ആണ്. ഇവിടെ നിങ്ങൾക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതൽ ഈ ഈസിന്റെ ഹീലോട്ട് പോകാനായിരിക്കും. അപ്പോൾ ഇവിടെ റിട്ടൺ എന്ന് പറയുന്നത് V3 ആയതുകൊണ്ട് തന്നെ ഇവിടെ ഹാസ്, ഹാവ്, ഹാഡ് ഒക്കെ വരണം അല്ലെ. അപ്പോൾ ഇവിടെ ഏതാണ്? ഹാസിന്റെ ഹി ആണ്. ദ മീനിങ് ഓഫ് ദ ഫ്രേസ് കാർട്ടെ ബ്ലാങ്കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് ഓൺ തിങ്സ് ബെസ്റ്റ് അല്ലെ. കംപ്ലീറ്റ് ഫ്രീഡം കിട്ടുവാണ് നമുക്ക് എന്താണോ നല്ലതെന്ന് അതങ്ങ് ചെയ്യുക, അതാണ്. അതിനെയാണ് നമ്മൾ കാർട്ടെ ബ്ലാങ്കെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താന്ന് നോക്കിക്കേ, ദ ആന്റോണിം ഓഫ് ദ വേർഡ് റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസീവ്, ഡിഗ്നിഫൈഡ്, നെസസറി, അപ്പോളജറ്റിക്. റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ അൺനെസസറി, അതിനെയാണ് അതിന്റെ മീനിങ് പറയുന്നത്. അൺനെസസറി, അതാണ് റിഡൻഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആന്റോണിം? അല്ലെ, അൺനെസസറിയുടെ ആന്റോണിം എന്ന് പറയുമ്പോൾ നെസസറി ആണ്. അപ്പൊ റിഡൻഡന്റ് എന്ന് പറയുമ്പോൾ ആന്റോണിം വരേണ്ടത് ഏതാണ്? നെസസറി, അത്യാവശ്യമുള്ളത് എന്നുള്ള മീനിങ് ആണ്. Choose the correct sentence. നോക്കിക്കേ, I have left home before he came. I left home before he came. I have left home at 7 a.m. 7 in the morning. I have left. ഇവിടെ നമുക്ക് ആദ്യത്തെ തന്നെയാണ് ശരി വരുന്നത്. അതായത് I have left home before he came. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലെ. എന്താണ്? അവൻ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ഞാൻ ആ വീട്ടിൽ നിന്ന് പോയല്ലേ. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം അല്ലെ. നമ്മൾ പറയും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോഴേക്കും എന്തുണ്ടായിരുന്നു? ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴേക്കും രണ്ടാമത്തെ കാര്യം എന്തിലായിരിക്കണം പറയേണ്ടത്? സിമ്പിൾ പാസ്റ്റിലായിരിക്കണം പറയേണ്ടത്. സിമ്പിൾ പാസ്റ്റിലായിരിക്കണം. ആദ്യത്തെ കാര്യം എന്തിലായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ്. ആദ്യം നടന്ന കാര്യം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് ലെഫ്റ്റ് അല്ലെ. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം, ഞാൻ വീട്ടിൽ നിന്ന് പോയിരുന്നു. എപ്പോ? ബിഫോർ ഹി കെയിം, അവൻ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. The officer when dash the report many times and approved it. ഓഫീസർ എന്ത് ചെയ്തു? ആ റിപ്പോർട്ടിലൂടെ കുറേ തവണ ആ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയിട്ട് അല്ലെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെയാണ് വരേണ്ടത്? നമ്മൾ പഠിക്കുന്നുണ്ട്. ഗോ ഓവർ അല്ലെ. ഗോ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ തന്നെ ഇവിടെ എന്ത് വരും? വെൻഡ് ഓവർ. അപ്പൊ വെൻഡ് ആണ് വന്നിരിക്കുന്നത്, ഓവർ, വെൻഡ് ഓവർ എന്ന് വരും അല്ലെ. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ എന്താണ്? ഗോ ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക, ഗോ ഓൺ അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? വെൻഡ് ഓവർ, എക്സാമിൻ ചെയ്യുക, അതാണ് അവിടുത്തെ മീനിങ് വരേണ്ടത്. അപ്പൊ ദ ഓഫീസർ വെൻഡ് ഓവർ ദ റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ശരിയായ പദപ്രയോഗം. സ്വാദിഷ്ടം ഏതായിരിക്കും ശരിയായ പദപ്രയോഗം? ഇതാണ് കേട്ടോ, സ്വാദിഷ്ടം. ഇതാണ് ശരിയായ പദപ്രയോഗം വരേണ്ടത്, സ്വാദിഷ്ടം. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. എന്താണ്? വേറെ ഗത്യന്തരം ഇല്ലാഞ്ഞിട്ടല്ലേ. ഈ വേറെ ഗത്യന്തരം ഇല്ലാഞ്ഞിട്ട്, അത് വേണ്ട, രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ എന്ന് പറയേണ്ട കാര്യമില്ല. എന്റെ സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ കൂടെ പ്രവർത്തിക്കുന്നവൻ, കൂടെ ജോലി ചെയ്യുന്നവനാണ്. രണ്ടും ഒരേ മീനിങ് വേണ്ട. ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചു. വേണ്ടത്ര എന്ന് വേണ്ട, ഒന്നിൽ ഗർഭിണികൾക്ക് വേണ്ട തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇതാണ് ഇവിടെ ശരിയായ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത്. സിംഹഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലയൺ ഷെയർ. എന്താണ്? വലിയ ഭാഗം, വലിയ ഷെയർ, എന്താണ്? കൂടുതൽ ഭാഗം, അതിനെയാണ് നമ്മൾ സിംഹഭാഗം എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ്സുകൾ, ഇപ്പൊ ഈ ഒരു ഡേ ഇപ്പൊ ഇന്ന് 19ാമത്തെ ദിവസമാണ്. ഇതാണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കുറെ പോർഷൻസ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് മാത്രമേ നിങ്ങൾ ഇതിലേക്ക് എത്താവുള്ളൂ കേട്ടോ. കാര്യം ചിലപ്പോൾ നേരത്തെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാതെ പോകുന്നുണ്ട്. കാര്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കണ്ടല്ലോ. ഒത്തിരി തവണ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്തങ്ങ് പോവുകയാണേ. അച്ഛൻ എന്ന വാക്കിന് പര്യായ പദമായി വരുന്നത് എന്താണ്? നൃഭൻ, മനുജൻ, ജനനി, ജനകൻ. ആരാണ്? ജനകൻ, താതൻ, അല്ലെ? ഇതാണ് അച്ഛൻ എന്ന് പറയുന്നത്. സ്മരിക്കുക. എന്താണ്? സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുകയാണ്, അല്ലെ? അതിന്റെ വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത്. സ്മരിക്കുക. വിപരീത പദം എന്താണ്? വിസ്മരിക്കുക. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? വെഞ്ചാമരം. വെട് പ്ലസ് ചാമരം എന്നും വരാം, അല്ലെങ്കിൽ എന്ത് വരാം? വെൺ പ്ലസ് ചാമരം. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്ന് എഴുതണതും ഇണ്ണെന്ന് എഴുതണതും പിരിച്ചെഴുതുമ്പോൾ സെയിം ആണ്. അതേപോലെ ആണെങ്കിൽ ഇള്ളെന്ന് എഴുതണതും സെയിം ആണ്. റും അതേപോലെ ഇറും സെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ വെൺ പ്ലസ് ചാമരമാണ് എന്ത്? വെഞ്ചാമരം. വിദ്വാൻ. എന്താണ്? വിദുഷി. വിദുഷിയാണ് സ്ത്രീലിംഗ രൂപം, അല്ലെ? താഴെ പറയുന്നതിൽ ബഹുവചനമല്ലാത്തതാണ് വേണ്ടത്. മർത്യർ, സമർത്ഥർ, ആസ്വാദകർ, ഇതെല്ലാം എന്താണ്? ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളതിനെയാണ്. ഭാഗവതർ എന്ന് പറയുന്നത് ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെ? പൂജക ബഹുവചനമാണ്. അപ്പൊ ഇവിടെ ഏതാണ്? നമ്മൾ അവരെ ആ ഒരു ബഹുമാനിച്ച് പറയുന്നതാണ്. അപ്പൊ ഏതാണ്? ഭാഗവതർ. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. എന്താണ്? വിതച്ചതേ കൊയ്യൂ, നനഞ്ഞിടം കുഴിക്കുക, നിത്യാഭ്യാസി ആനയെടുക്കും, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. പ്രാക്ടീസസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. എപ്പോഴും എന്താണ്? പ്രാക്ടീസസ് ആണ് ഒരു മനുഷ്യനെ പെർഫെക്റ്റ് ആക്കുന്നത്. നിത്യാഭ്യാസിയാണ് അവനെ ആനയെടുക്കാൻ, അല്ലെ? നമ്മൾ നിത്യവും എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് പഠിച്ചു പോവുക. അപ്പൊ എന്താ? നമുക്കും എടുക്കാൻ പറ്റും നമ്മുടെ ആനേനെ. ഓക്കെ, ആ 30 മാർക്കും നമ്മുടെ കയ്യിലിരിക്കണം. ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ മലയാളം. ആ 30 മാർക്ക് കയ്യിലുണ്ടോ? നിങ്ങൾ നല്ല റാങ്ക് വ്യത്യാസം നമുക്ക് ആ റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ SCRT കൂടി ആകുമ്പോഴേക്കും ഏകദേശം ഒരു 80% കണ്ടന്റ് നിങ്ങളുടെ കയ്യിലാകും. പിന്നെയുള്ളത് നമ്മുടെ കറണ്ട് അഫെയർ മാത്രമാണ്. ശോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം. ആരാണ് ശോഭിച്ചവൻ? ശോഭിച്ചവനാണ് ശുഭിതൻ. ശുഭിതനാണ്. ഓക്കെ, 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും? നമ്മളോട് പറയുകയാണ് 2 എത്ര കൂട്ടിയാൽ 5 കിട്ടും. 3 കൂട്ടണ്ടേ, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? 5-ൽ നിന്ന് 2 കുറച്ച് നോക്കിയാൽ മതി. സെയിം ഇവിടെ ചെയ്യുക. 1-ൽ നിന്ന് നമുക്ക് എന്ത് കുറക്കണം? ഈ 3/12 കുറച്ച് നോക്കണം. ഇങ്ങനെ കുറക്കുമ്പോ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെ? 1 × 12 12 ആണ്. 12 - 3/12 എന്ന് വരും. 12-ൽ നിന്ന് 3 കുറക്കുമ്പോൾ നമുക്കറിയാം 9 ആണ്. 9/12. 2 3ന്റെ ടേബിളിൽ കട്ടാകും. ആൻസർ വരേണ്ടത് 3/4 ആണ്. ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 630 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 9 മണിക്കൂർ കൊണ്ട് 810 കിലോമീറ്റർ ഓടുന്നുവെങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്ര എന്നാ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് തീവണ്ടിയുടെ ശരാശരി വേഗത? നോക്കിക്കേ, 630 മീറ്റർ ആണ്. നമുക്ക് ഇതിന്റെ ആവശ്യം ശരിക്കും ഇവിടെ ഇല്ല. അവിടെ നമ്മളെ കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. അതായത് ഇത്രയേ ഉള്ളൂ, 810 കിലോമീറ്റർ 9 മണിക്കൂർ കൊണ്ട്. കിലോമീറ്റർ ആണോ മണിക്കൂറാണോ? സോ അവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എത്ര വരും? 9 തവണ, അല്ലെ? അപ്പൊ 90. 90 കിലോമീറ്റർ പെർ അവർ ആണ് ആ ട്രെയിൻ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. മണിക്കൂറിൽ 90 കിലോമീറ്റർ ആണ്. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ നമുക്ക് നോക്കാം, പടം വരച്ച് നോക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത്
സോറി, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇതല്ലേ നമ്മുടെ കണക്കെന്ന് പറയുന്നത്. ഒരാൾ 13 മീറ്റർ കിഴക്കോട്ട് നടന്നു. കിഴക്കോട്ട് 13 മീറ്റർ നടന്നു. ഇവിടെ നിന്നാണ് അയാൾ തുടങ്ങിയത്. 13 മീറ്റർ അയാൾ കിഴക്കോട്ട് നടന്നേ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇടത്തോട്ട് തിരിഞ്ഞ്, അയാളുടെ ഇടത്തെന്ന് പറയുമ്പോൾ മുകളിലോട്ട് വരും അല്ലെ. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തിട്ടു? അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് 11 മീറ്റർ അയാൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഇടത്തോട്ട് 11 മീറ്റർ ഉണ്ട്. എഗെയിൻ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇടത്തോട്ട് തിരിയുന്നുണ്ട്. സോ വീണ്ടും ഇങ്ങോട്ടേക്കാണ്. ഇടത്തോട്ട് തിരിഞ്ഞ അയാൾ 5 മീറ്റർ തിരിഞ്ഞു. വീണ്ടും ഇടത്തോട്ട്, ഇവിടം വരെ വന്ന് നിന്നല്ലോ. വീണ്ടും ഇടത്തെന്ന് പറയുമ്പോൾ അയാളുടെ ഇങ്ങോട്ടേക്കാണ് ഇടതെന്ന് പറയുന്നത്. വീണ്ടും അയാൾ ഇടത്തോട്ട് 5 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ അയാൾ നിന്നെടുത്തുനിന്ന് എത്രയാണ് ദൂരം എന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ദൂരമാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കിതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇവിടെ നിന്ന് എത്രയാണ്? അയാൾ ഓൾറെഡി സഞ്ചരിച്ച ദൂരം ഇവിടെ നിന്ന് ഇവിടം വരെ 11 അല്ലെ, ഇവിടെ നിന്ന് ഇവിടം വരെ 13 ആണ്. അതിൽ ഇത്രയും എന്ന് പറയുന്ന 5 അല്ലേ? അല്ല, ഇത് 5 ആണ്. അപ്പൊ ഇത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ. ഇനി അയാൾ ഇവിടെ മുതൽ ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയായിരുന്നു? അയാൾ 11 മീറ്റർ ആണ് സഞ്ചരിച്ചത് അല്ലെ. അതിൽ 5 ഇവിടെ പോയിട്ടുണ്ട്. ബാക്കി അയാളുടെ എത്രയാണ്? അയാളുടെ ദൂരം എന്ന് പറയുന്നത് ഇത് എത്രയാണ്? 6 ആണ്. അതായത് ഈ ടോട്ടൽ ആണ് 11 പറയുന്നത്. ഇത്രയും ഭാഗം 5 ആണെന്ന് നമുക്കറിയാം. ഇപ്പുറത്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 8, 6 എന്നുള്ള ഒരു പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു മട്ടത്രികോണം കിട്ടും. ഇവിടെ 8, ഇവിടെ 6. ഈ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അവിടെ എത്ര വരും? കർണം സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ലംബം സ്ക്വയർ അതായത് 8 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എന്ന് വരും. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്ന 64, 64, 6ന്റെ സ്ക്വയർ 36 ആണ്. ഇവിടെ 100 വരും. അതായത് √100, 10 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇവിടെ കർണം സ്ക്വയർ ആണ് കേട്ടോ 100 വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ സ്ക്വയറിനെ നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും റൂട്ട് ആകും. എന്ത് വരും? √100 ആണ്. അതായത് √100 എന്ന് പറയുന്നത് 10 ആണ്. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏതാ? ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഒരു ഭിന്നസംഖ്യയുടെ 1/8 ഭാഗം 4 ആയാൽ ഭിന്നസംഖ്യ ഏത്? ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് ഇതെങ്ങനെ ചെയ്യാനായിട്ട് പറ്റും? 1/8, അതായത് ഒരു ഭിന്നസംഖ്യയുടെ എന്താണ് 1/8 ഭാഗം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് 4 ആയാൽ സംഖ്യ എന്ത്? അതായത് ഇതാണ് നമ്മുടെ സംഖ്യ എന്ന് വിചാരിക്കുക. ഓക്കെ. ഭിന്നസംഖ്യ ഇതാണെങ്കിൽ എന്ത് വരും? ഇവിടെ നേരെ ഇപ്പുറം വന്നാൽ 4 × 8 32 എന്ന് വരും ആൻസർ. 32 വരേണ്ടതായിരുന്നു, പക്ഷെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഒരു തോട്ടത്തിൽ 3249 തെങ്ങുകൾ ഒരേ അകലത്തിൽ നിരയായും വരിയായും നട്ടിരിക്കുന്നു. നിരയുടെ എണ്ണവും വരിയുടെ എണ്ണവും തുല്യമാണ് എങ്കിൽ ഒരു വരിയിൽ എത്ര തെങ്ങുകളുണ്ട്? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് അതിന്റെ റൂട്ട് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. റൂട്ട് 3249 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ നമ്മുടെ കയ്യിൽ 9 തെങ്ങുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും നടുന്നത്? നിരയിലും വരിയിലും ഒരേപോലെ വരണമെങ്കിൽ നമ്മൾ എന്താണ്? അതിന്റെ സ്ക്വയർ 3 അല്ലേ? 3 നടേണ്ടത്. സെയിം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. 3249. ഇതാ പരീക്ഷാ ഹാളിൽ ഇരുന്നത് എല്ലാം കൂടി ചെയ്ത് നോക്കാൻ വരട്ടെ. നിങ്ങൾക്ക് എന്താണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്? 9 ആണ് അല്ലേ? അപ്പൊ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് ലാസ്റ്റ്. ഒന്നുകിൽ നമുക്കറിയാം 7ന്റെ സ്ക്വയറിൽ വരുന്നത് 49 ആണ് ലാസ്റ്റ് വരേണ്ടത്. 3ന്റെ സ്ക്വയറിലും ലാസ്റ്റ് വരേണ്ടത് 9 ആണ് വരേണ്ടത്. ഒന്നുകിൽ 3ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 7ൽ എൻഡ് ചെയ്യണം. ഇത് നോക്കിക്കേ, ഇതെല്ലാം 3ലും 7ലും ഒക്കെ തന്നെ തന്നിരിക്കുന്നത്. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്? 50ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2500 ആണ് അല്ലെ. 60ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3600 ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കുമല്ലോ വരേണ്ടത്. സോ ഇത് രണ്ടും അങ്ങ് കട്ട് ചെയ്തു. ഇത് രണ്ടും കട്ട് ചെയ്തു. ഇനി കുറച്ചും കൂടി അടുത്ത് വരുന്ന ഏതായിരിക്കും? 32, 49, 36, 00. അപ്പൊ ഏകദേശം ഒരു 57 നോക്കിക്കേ. 57ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 57 × 7, 7 49, ശിഷ്ടം 4 വരും. 7 5 35, 35 4 39 വരും അല്ലെ. അടുത്ത എന്താ പറയാ? 7 5 35, 5 ശിഷ്ടം 3 വരും. 5 5 25, 25 3 28 വരും. ഓക്കെ. 9 9 5 14, ശിഷ്ടം 1 വരും. 8 4 12, ശിഷ്ടം 1 3249. അപ്പൊ ആൻസർ എത്രയാണ്? 57 എണ്ണമായിട്ടാണ് നമുക്ക് നടേണ്ടത്. ഒരേ വരിയിലും നിരയിലും നമ്മൾ എത്ര എണ്ണം വീതം നടണം? 57 എണ്ണം വീതം നട്ടാൽ അത് കറക്റ്റ് ആയിട്ട് നിൽക്കും. ഒരു സംഖ്യയുടെ 4 മടങ്ങ്, സംഖ്യ നമുക്കറിയില്ല, സംഖ്യ നമ്മൾ എക്സ് ആക്കി എടുത്തു. സംഖ്യയുടെ 4 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4x-ഉം 6 മടങ്ങും കൂടി കൂട്ടുമ്പോൾ 100 കിട്ടും. 4x-ഉം 6x-ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 10x. അതാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എത്രയായിരിക്കും? 100 / 10. അപ്പൊ എത്ര വരും ആൻസർ? 10 ആണ് എക്സിന്റെ വാല്യൂ. ഇത് എക്സിന്റെ വാല്യൂ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സംഖ്യയുടെ 3 മടങ്ങ് എത്ര? 3 മടങ്ങ് എന്ന് പറയുമ്പോൾ 3 × x, 3x ചെയ്യണം. അതായത് 3 × 10 ചെയ്യണം. ആൻസർ എത്ര വരും? 30 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആഗസ്റ്റ് 1 ചൊവ്വാഴ്ചയാണെങ്കിൽ നവംബർ 30 ഏത് ദിവസമായിരിക്കും? ആഗസ്റ്റ് 1 എന്ന് പറയുമ്പോൾ ആഗസ്റ്റ് 1 ചൊവ്വയാണ് അല്ലെ. പിന്നെ ആഗസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 31 ദിവസമാണുള്ളത്. അപ്പൊ ബാക്കി ഇനി 30 ദിവസമുണ്ട്. ഇതോടെ നിൽക്കട്ടെ, ബാക്കി ഇനി 30 ദിവസമുണ്ട് ആഗസ്റ്റിൽ. പിന്നെ ഓഗസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ ഉണ്ട്. സെപ്റ്റംബറിൽ നമുക്കറിയാം 30 ദിവസമുണ്ട്. സെപ്റ്റംബർ കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബറിൽ 31 ദിവസമുണ്ട്. നമുക്ക് വേണ്ടത് നവംബർ 30 അല്ലെ. ഇതെല്ലാം കൂടി കൂട്ടി നോക്കിക്കേ. 1 വരും, 1, 2, 3, 4, 4, 3, 12, 121 ദിവസങ്ങൾ വരും. എന്ത് ചെയ്യുക? ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാനായിട്ട് 121നെ എന്തുകൊണ്ട് ഹരിക്കണം? 7 കൊണ്ട് ഹരിക്കുക. 7 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്ര വരും? ഒരു തവണ അല്ലേ, ഒരു തവണ വരും. അപ്പൊ 7 ഇവിടെ എത്ര വരും? ബാക്കിയായിട്ട് നമുക്കിവിടെ 51 എന്ന് വരും. 7, 7, 49 അപ്പൊ ബാക്കി റിമൈൻഡർ എത്ര വരും? 2 വരും. എന്ത് ചെയ്യണം? ഈ ചൊവ്വയോടുകൂടി നമുക്ക് എന്ത് കൂട്ടണം? ഈ 2 കൂട്ടണം. ബുധൻ, വ്യാഴം. അപ്പൊ രണ്ടാമത്തെ ദിവസമായ വ്യാഴമാണ് നവംബർ 30 എന്ന് പറയുന്നത്. ഏതായിരിക്കും? വ്യാഴമായിരിക്കും. 587 രൂപ സാധാരണ പലിശ നിരക്ക് കാണുന്ന ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു. 5 വർഷം പൂർത്തിയായപ്പോൾ പലിശയും മുതലും തുല്യമായി എങ്കിൽ 100 രൂപയുടെ ഒരു വർഷത്തേക്ക് ലഭിക്കുന്ന പലിശ എത്ര? അതായത് ഇത്രയേ ഉള്ളൂ. പലിശ നിരക്ക് എത്ര എന്ന് കണ്ടുപിടിച്ചാൽ മതി. 100 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മൾ പലിശ നിരക്ക് എന്ന് പറയുന്നത്. കണ്ടുപിടിച്ചോ? ഇവിടെ എങ്ങനെ വരും? നമുക്കറിയാം ഐ എന്ന് പറയുന്നത് എത്ര വരും? PNR ഡിവൈഡ് ബൈ 100. ഇതാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത്. 587 രൂപയാണ് നമുക്ക് പലിശ കിട്ടിയത്. അങ്ങനെയല്ലേ പറഞ്ഞത്? 587 നിക്ഷേപിച്ചപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടും തുല്യമായി. പലിശയും തുല്യമായി, മുതലും തുല്യമായി. അപ്പൊ രണ്ടും ഇവിടെ എന്താണ്? 587 5 വർഷത്തേക്കാണ് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? അത് നമുക്കറിയില്ല. ഡിവൈഡ് ബൈ 100 വരും. ഇവിടെ നേരെ ഈ 587 നേരെ ഇപ്പുറം വരുമ്പോൾ എന്താണ്? ഡിവൈഡ് ബൈ 587 എന്ന് വരും. 5ഉം ഇതിൽ കട്ടായി പോവും. 20 അല്ലെ, ഇൻറ്റു 20 എന്ന് വരും. അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ എത്ര വരും? 20 രൂപയാണ് എന്ത് വരുന്നത്? 100 രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. 20 രൂപ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 126 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അപ്പോൾ ഇവിടെ പെൺകുട്ടികൾ, ഗേൾസും ബോയ്സും തമ്മിലുള്ള റേഷ്യോ ആണ് തന്നിരിക്കുന്നത് 3:5 എന്ന് പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സിറ്റ് കൊടുക്കാവേ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. ഗേൾസ് എന്ന് പറയുന്നത് 126 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 126 ഡിവൈഡ് ബൈ 3, 42 എക്സിന്റെ വാല്യൂ. നമുക്ക് എന്താണ് വേണ്ടത്? ആൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എത്ര കൂടുതലാണ്? അപ്പൊ ആൺകുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബോയ്സ് എന്ന് പറയുന്നത് 5x ആണ്. അപ്പോൾ എത്ര വരും? 5 ഇൻറ്റു 42 എന്ന് വരും. 5 ഇൻറ്റു 42 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരേണ്ടത്? 210 വരും. എന്ത് ചെയ്യണം? എത്ര കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബോയ്സിന്റെ എണ്ണത്തിൽ നിന്ന് നമുക്ക് ഗേൾസിന്റെ എണ്ണം കുറച്ചാൽ മതി. 210 മൈനസ് എത്ര വരും? ഗേൾസിന്റെ എണ്ണം 126 ആണ്. 10ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ ഇവിടെ 4 വരും. ഇവിടെ എന്താണ്? 0 അല്ലെ. 10ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 8 വരും. ആൻസർ എത്രയാണ്? 84 പേരാണ് ആ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 84 പേര് കൂടുതലുണ്ട് എവിടെ? ആ ക്ലാസ്സിലെ ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 75 ക്യൂബ് മൈനസ് 25 ക്യൂബ് ഡിവൈഡ് ബൈ 75 സ്ക്വയർ പ്ലസ് 75 ഇൻറ്റു 25 പ്ലസ് 25 സ്ക്വയർ. കാണുമ്പോൾ ഞെട്ടിയൊന്നും വേണ്ട. ആൻസർ എന്ന് പറയുന്നത് 75 മൈനസ് 25 50 ആൻസർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡന്റിറ്റി ആണ്. എന്താണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണെങ്കിൽ ഇവിടെ എന്ത് വരണം? ഇവിടെ നമുക്കറിയാം എ മൈനസ് ബി ഇൻറ്റു അടുത്ത് എന്താണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡന്റിറ്റി ഫോമിലല്ലേ ഇവർ തന്നിരിക്കുന്നത്. കണ്ടോ? ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അവർ എഴുതിയിരിക്കുകയാണ് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിലാണ് അവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ? സിമ്പിൾ ആയിട്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്. ഇവിടുത്തെ ആൻസർ എത്രയാണ്? 75 മൈനസ് 25 50 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക. ഈ ഒരു ഫോർമാറ്റിലാണ് മുകളിലും താഴെയും എന്താണ്? ഒരേ സംഖ്യകളുടെ ക്യൂബും താഴെ എന്താണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ആ ഒരു ഫോർമാറ്റിലാണെങ്കിൽ ആൻസർ ചെയ്യാനായിട്ട് മുകളിൽ എന്താണോ വന്നിരിക്കുന്നത് അത് അങ്ങ് ഡയറക്റ്റ് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഇനി ഇത് തന്നെ തിരിച്ചു തരും കേട്ടോ. ചിലപ്പോൾ ഇതേപോലെ മൈനസ് ഇട്ടും പ്ലസ് ഇട്ടും ഒക്കെ തരുവേ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ തരും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പം എല്ലാം കൂടി പറഞ്ഞ് കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ എന്ത് വരും? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ജനറൽ ഫോമാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആണ് എങ്കിൽ ആൻസർ എന്ന് പറയുന്നത് എ മൈനസ് ബി ആണ്.
ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ മാത്സും കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ്, മലയാളം, മാത്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡേ 19 ദിവസമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് 20ാമത്തെ ദിവസം കൂടി ആകുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം 10-200 ക്വസ്റ്റ്യൻസ് ഓരോ സെക്ഷനിൽ നിന്നും നമ്മൾ കൈകാര്യം ചെയ്ത് കഴിയും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്